ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. സൂറത്ത് അംബിയായിലെ 87, 88. أعوذ بالله من الشيطان الرجيم. وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت أن لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. കഴിഞ്ഞ ആയത്തുകളിൽ ഇസ്മായിൽ നബിയെ, അതുപോലെ തന്നെ ഇദ്രീസ് നബിയെ, ദുൽകിഫിൽ നബിയെയൊക്കെ പരാമർശിച്ചു. ഈ ആയത്തിൽ ദന്നൂൻ പ്രവാചകനെ, യൂനുസ് നബിയെയാണ് ഈ രണ്ടായത്തുകളിൽ പരാമർശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഘട്ടമാണ്. അവിടെ ഓരോ പ്രവാചകന്മാർക്കും കിട്ടിയ അനുഗ്രഹങ്ങൾ, അതല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്ന പാഠം ഉൾക്കൊള്ളാവുന്ന ഭാഗങ്ങൾ ഓരോന്ന് എടുത്തു പറയുന്ന ഘട്ടമാണ്. അവിടെ ഓരോ പ്രവാചകന്മാരെയും പറഞ്ഞു വരികയാണ്. ഇപ്പം ഇന്ന് ഈ ആയത്തിലുള്ളത് വദന്നൂനി, ദന്നൂൻ, നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നാണ് അർത്ഥം. ഇവിടെ ദന്നൂനി സ്വാഹിബുന്നൂൻ, അവിടെ ദ എന്ന് പറഞ്ഞാൽ സ്വാഹിബ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദന്നൂൻ സ്വാഹിബു അസ്സമക് അൽ ഹൂത്ത്, മത്സ്യത്തിൻ്റെ ആൾ എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. അവിടെ ഉദ്ദേശിക്കുന്നത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ, യൂനുസ് ബിൻ മത്ത. അവദന്നൂനി, ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദഹബ മുഗാദിബൻ,
ദേഷ്യപ്പെട്ടുകൊണ്ട് പോയ സന്ദർഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ പ്രദേശത്തേക്കാണ് അയക്കപ്പെട്ടത്. ഇറാഖിൻ്റെ വടക്ക് ഭാഗത്തുള്ള മൗസിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയ ഗ്രാമമാണ് നീനവ പ്രദേശം. അവിടേക്കാണ് അദ്ദേഹം അയക്കപ്പെട്ടത്. അവിടുത്തെ സമൂഹത്തോട് അദ്ദേഹം ദഅവത്ത് നടത്തി. ആ ദഅവത്ത് നടത്തിയപ്പോൾ അവരത് അംഗീകരിച്ചില്ല. എല്ലാവരും ആ സത്യനിഷേധത്തിൽ തന്നെ അടിയുറച്ചു നിന്നു. അങ്ങനെ പ്രവാചകൻ അവിടുന്ന് അവരോട് കുപിതനായി അവിടുന്ന് പോയി അവരോട് പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ വരും എന്നവർക്ക് വാഗ്ദാനവും കൊടുത്ത് അദ്ദേഹം പോയി. അപ്പോൾ ഈ വാഗ്ദാനം കേട്ട് ഈ സമൂഹം നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനെയും കാണാനില്ല. ദിവസം അടുത്തു വരുന്നു. അവർക്ക് ഭയമായി, അവർക്ക് എല്ലാവർക്കും ഭീതിയായി. അവർ മനസ്സിലാക്കി ഇതൊരു നബിയാണ്, ആ നബി പറഞ്ഞത് നടക്കും. ഒരുപാട് സമൂഹങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഭീതിയായി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ കുട്ടികളും മക്കളും ആടുകളും മാടുകളും തുടങ്ങി അവർക്കുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവർ എല്ലാവരും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങി. എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു, ഈമാൻ സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാമിലേക്ക് എല്ലാവരും വന്നു. അദ്ദേഹത്തിൻ്റെ പ്രബോധനമെല്ലാം സ്വീകരിച്ചു. വിശ്വാസികളായി എല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി എന്നാണ്. ആ സന്ദർഭത്തെ സൂറത്ത് യൂനുസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഫലൗലാ കാനത്ത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ ലമ്മാ ആമനൂ കശഫ്നാ അൻഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയാ വമത്തഅനാഹും ഇലാ ഹീൻ ഫലൗലാ കാനത്ത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ്. അദാബ് മുമ്പിൽ കണ്ട് ശിക്ഷ വരുന്നുണ്ട് എന്ന് ഉറപ്പായതിനു ശേഷം എല്ലാ കൗമും ഈമാൻ സ്വീകരിച്ചിട്ടുണ്ട്, വിശ്വാസികളായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ആ ഈമാൻ അവർക്ക് ഉപകാരപ്പെട്ടില്ല. ശിക്ഷ അവരെ പിടികൂടി, അവർക്ക് ശിക്ഷ ലഭിച്ചു. പക്ഷേ ഇല്ലാ കൗമ യൂനുസ്, യൂനുസ് നബിയുടെ കൗമൊഴികെ അവരിങ്ങനെ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിയപ്പോൾ ആ ശിക്ഷ വരുന്നതിന് മുമ്പായിക്കൊണ്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് അദാബുൽ ഖിസിയിൽ നിന്ന്, ആ നിന്ദ്യതയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് വിടുതി ലഭിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. വമത്തഅനാഹും ഇലാ ഹീൻ, അവർക്ക് ഒരുപാട് കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഖ്യം നൽകുകയും ചെയ്തു എന്നാണ്. അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗമിന് മാത്രം കിട്ടിയ ഒരനുഗ്രഹമായിട്ടാണ് അവിടെ അത് പരിചയപ്പെടുത്തുന്നത്. ശേഷം പറഞ്ഞത് ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി, അദ്ദേഹം കോപിച്ചു പോയി. ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി, നാം അദ്ദേഹത്തെ കുടുസാക്കുകയില്ല, അദ്ദേഹത്തെ ഇടുക്കുകയില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു പോയി എന്നാണ്. ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതിന് മുമ്പായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ആജ്ഞ ലഭിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവിടുന്ന് ഒളിച്ചോടി എന്നാണ് പ്രയോഗം കാണുന്നത്. വ ഇന്ന യൂനുസ ലമിനൽ മുർസലീൻ, സൂറത്ത് സാഫാത്തിൽ കാണാം. അതിൻ്റെ 139 മുതലുള്ള വചനങ്ങളിൽ ആ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായി വിശദീകരിക്കുന്നുണ്ട്. വ ഇന്ന യൂനുസ ലമിനൽ മുർസലീൻ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുർസലീങ്ങളിൽപ്പെട്ട ആളാകുന്നു. ഇദ് അബക ഇലൽ ഫുൽക്കിൽ മഷ്ഹൂൻ, അദ്ദേഹം ചരക്കുകൾ ഏറ്റിയ കപ്പലിലേക്ക് ഓടിയൊളിച്ചു. അബക്ക എന്ന പ്രയോഗം അവിടെ കാണാം. അങ്ങനെ ഓടിയൊളിച്ചു. ഫസാഹമ ഫകാന മിനൽ മുദ്ഹദീൻ, അങ്ങനെ അവർ ആ കടലിൽ കാറ്റും കോളും വന്ന് ഇതിൽ ആകെ ആടിയുലഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് പുറത്ത് വിടേണ്ടതുണ്ട്, ഇല്ല എങ്കിൽ ഇത് മുങ്ങിപ്പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ ഫസാഹമ ഫകാന മിനൽ മുദ്ഹദീൻ, അങ്ങനെ അവർ നറുക്കെടുത്തു. ആ നറുക്കെടുപ്പിൽ യൂനുസ് നബിയെയാണ് ലഭിച്ചത്. അങ്ങനെ യൂനുസ് നബിയെ ലഭിച്ചപ്പോൾ അവർക്ക് പുറത്തിടാൻ മടിയായി. ഒരു നബിയാണല്ലോ, അദ്ദേഹത്തെ എങ്ങനെ പുറത്തിടും എന്ന നിലക്ക് അവർ വീണ്ടും അതുപോലെ ചെയ്തു. അങ്ങനെ 2-3 തവണ നറുക്കിട്ടു. 2-3 തവണ നറുക്കിട്ടപ്പോഴും അദ്ദേഹം തന്നെയാണ് ലഭിച്ചത്. തഫ്സീറിൽ കാണാം, അങ്ങനെ ലഭിച്ച് അവർ മടിച്ചപ്പോൾ അദ്ദേഹം സ്വയം എടുത്തു ചാടി എന്നാണ് കടലിലേക്ക്. എന്നിരുന്നാലും അങ്ങനെ കടലിലേക്ക് എടുത്തു ചാടുകയും അദ്ദേഹത്തെ ഒരു വലിയ മത്സ്യം വന്ന് വീങ്ങുകയും ചെയ്തു എന്നാണ്. അപ്പം അതിനെ സംബന്ധിച്ചാണ് ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി,
അദ്ദേഹത്തെ നാം കുടുസാക്കുകയില്ല എന്നദ്ദേഹം വിചാരിച്ചു. ആ സംഭവത്തിലേക്കാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് കാണാം. അങ്ങനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ശേഷം പറയുന്നത്, ഫനാദാ ഫിദ്ദുലുമാതി. അദ്ദേഹം ദുലുമാത്തുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു, വിളിച്ചു എന്നാണ്. അപ്പൊ അന്ധകാരങ്ങൾ എന്ന് പ്രയോഗിക്കാൻ എന്താണ് കാരണം? ദുലുമാത്ത്. ദുൽമത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നേ ഉള്ളൂ. ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടുകൾ എന്നാണ് അർത്ഥം. അപ്പൊ ഇരുട്ടുകളിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ പറഞ്ഞു, അത് 3 ഇരുട്ടുകൾ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് ദുൽമത്തു ബത്നിൽ ഹൂതി, ഒന്ന് മത്സ്യന്റെ വയറ്റിൽ ഉള്ളിലാണല്ലോ അദ്ദേഹം ഉള്ളത്, അതുകൊണ്ട് അതിന്റെ ഒരു ഇരുട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ബഹറിന്റെ അടിയിലാണ്, കടലിന്റെ അടിയിലാണ്, അതൊരു ഇരുട്ടാകുന്നു. വദുൽമത്തുൽ ലൈലി, മറ്റൊന്ന് സംഭവം രാത്രിയാണ്. അപ്പൊ ഈ രാത്രിയിലും അതുപോലെ തന്നെ കടലിന്റെ അടിയിലും തന്റെ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഈ 3 നിലക്കുള്ള ഇരുട്ടിന്റെ ഉള്ളിലായിക്കൊണ്ടാണ് അദ്ദേഹം വിളിച്ചത് എന്നാണ് അവിടെ തഫ്സീർ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനക്കർഹൻ അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്, ഞാൻ അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാഹുവേ എന്ന് അദ്ദേഹം അല്ലാഹുവിലേക്ക് പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം, അദ്ദേഹത്തിന്റെ ഈ ദുഃഖത്തിൽ നിന്ന്, ബദയിൽ നിന്ന്, ആ പരീക്ഷണത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. വനജ്ജയ്നാഹു മിനൽ ഗം, നാം അദ്ദേഹത്തെ ആ ബദയിൽ നിന്ന്, ആ ദുഃഖത്തിൽ നിന്ന്, ആ പരീക്ഷണത്തിൽ നിന്ന് നാം രക്ഷിക്കുകയും ചെയ്തു എന്നാണ്. ആ സംഭവത്തെ സൂറത്തു സാഫാത്തിൽ നമുക്ക് കാണാം. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം മുസബ്ബിഹീങ്ങളിൽപ്പെട്ട അല്ലായിരുന്നുവെങ്കിൽ, മുസബ്ബിഹ് എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചൊല്ലുന്നവൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവൻ, അങ്ങനെ പ്രകീർത്തിക്കുന്നവനായിരുന്നില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ ബത്നിൽ തന്നെ, വയറ്റിൽ തന്നെ ആക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം മുസബ്ബിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു, അള്ളാഹുവിനെ കൃത്യമായി ഇബാദത്ത് എടുക്കുന്ന ആളായിരുന്നു, നല്ല ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം, അവശനായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കരയിലേക്ക് കൊണ്ടുവന്നു, ഇട്ടു എന്നാണ്. ഫനബദ്നാഹു, അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ചു എന്നാണ്. ബിൽ അറാഇ, അറ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം. അങ്ങനെ ആ ഒഴിഞ്ഞ സ്ഥലത്ത് ആരുമില്ല എന്നാണ് തഫ്സീറിൽ കാണാം. അവിടെ ആരുമില്ല, ഒരു ചെടിയുമില്ല, ഒന്നുമില്ലാത്ത ഒരു ഇടമായിരുന്നു. സഹായിക്കാൻ ആളില്ല, ഭക്ഷിക്കാൻ ഭക്ഷണ സാധനങ്ങളില്ല, ഒന്നുമില്ലാത്ത ഒരു ഇടമായിരുന്നു എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. വഹുവ സഖീം, അദ്ദേഹം അവശനായിക്കൊണ്ട് എന്നാണ്, രോഗിയായിക്കൊണ്ട് എന്നാണ് അവിടെ പ്രയോഗം കാണുന്നത്. അപ്പോൾ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ക്ഷത സംഭവിച്ചിട്ടുണ്ട്. ആ നിലക്ക് ആരോഗ്യത്തിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ആ മത്സ്യം, വിഴുങ്ങിയ മത്സ്യം പുറത്തേക്ക് തുപ്പുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്തീനിൽപ്പെട്ട ഒരു ഷജറത്തിനെ, ഒരു മരത്തെ അവിടെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ഇവിടെ ഷജറത്ത് എന്നാണ് പ്രയോഗം. തഫ്സീർ കാണാം, യഖ്തീൻ എന്ന് പറഞ്ഞാൽ അത് ചുരംഗവർഗത്തിൽപ്പെട്ട വള്ളി കൊണ്ട് പടർന്നുണ്ടാകുന്ന ഏതോ ഒരു സസ്യമാണ് എന്ന്, ഏതോ ഒരു വൃക്ഷമാണ് എന്ന് പറയുന്നുണ്ട്. ഷജറത്ത് എന്ന് പ്രയോഗിച്ചത് കൊണ്ട് വൃക്ഷം എന്ന് നമുക്ക് അർത്ഥം പറയാമെങ്കിലും, അതൊരു മരം എന്ന് അർത്ഥം പറയാമെങ്കിലും തഫ്സീറിലൊക്കെ കാണുന്നത് വള്ളിച്ചെടി പോലെയുള്ള ഒന്നായിരുന്നു എന്നാണ്. ഷജറത്ത് എന്നതിന് ഭാഷയിൽ മരമെന്നും പറയാറുണ്ട്, ഇതുപോലെ വള്ളിയുള്ള ഈ ചെടികൾക്കും മരമെന്ന് പറയാറുണ്ട് എന്ന് തഫ്സീറുകളിൽ കാണാം. വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, അങ്ങനെ അദ്ദേഹത്തിന് തണൽ കായാൻ അത് ഉപകരിച്ചു എന്നും അതിൽ നിന്ന് തന്നെ ഫലമുണ്ടായി, ആ ഫലം അദ്ദേഹത്തിന് തിന്നാൻ കഴിഞ്ഞു എന്നും ഒക്കെ തഫ്സീറുകളിൽ കാണാം. ശേഷം അല്ലാഹു പറയുന്നു വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, 100,000 ആളുകളിലേക്ക് അദ്ദേഹത്തെ വീണ്ടും നാം അയച്ചു എന്നാണ്. അങ്ങനെ ഫആമനൂ, അവരൊക്കെ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. വമത്തഅനാഹും ഇലാ ഹീൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധി വരെ വളരെ സൗഖ്യത്തോടുകൂടെ ജീവിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ, ഈ 100,000 ആളുകളിലേക്ക് അയച്ചു എന്ന് പറഞ്ഞത് ആരിലേക്കാണ്? നേരത്തെ അദ്ദേഹം ഒളിച്ചോടി എന്ന് പറഞ്ഞ സമൂഹത്തിലേക്ക് തന്നെയാണോ? അതിലേക്ക് തന്നെയാണ് എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന. മറ്റു അഭിപ്രായങ്ങളും ഉണ്ട്.
എന്നിരുന്നാലും അവരിലേക്ക് തന്നെ തിരിച്ചയച്ചു എന്നും അങ്ങനെ അവരൊക്കെ ഈമാൻ ഉള്ളവരായി വിശ്വസിക്കുന്നവരായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരായി എന്ന് നമുക്ക് തഫ്സീറിൽ കാണാം. ശേഷം അള്ളാഹു പറഞ്ഞു വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരമാകുന്നു മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുന്നത് എന്നാണ്. അപ്പോൾ ഏത് പ്രയാസത്തിൽ പെട്ടാലും ഇവിടെ അദ്ദേഹം പെട്ട പ്രയാസം അത് നമുക്ക് ആലോചിക്കാൻ കഴിയാത്തതാണ്. വലിയ പ്രയാസത്തിലാണ് അദ്ദേഹം അകപ്പെട്ടത്, വലിയ പരീക്ഷണത്തിലാണ് അകപ്പെട്ടത്. നമ്മളൊക്കെ ആ നിലക്ക് വലിയ പരീക്ഷണങ്ങളിലും ഒക്കെ അകപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു മുഅ്മിന് ഉണ്ടാവേണ്ട സ്റ്റാൻഡ് എന്താണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതിൽ വഅദുൻ വബിശാറത്തുൻ, ഇതിൽ വലിയ നമുക്ക് വാഗ്ദാനമുണ്ട്, വലിയ സന്തോഷ വാർത്തയുണ്ട്. ലികുല്ലി മുഅ്മിനിൻ വഖഅ ഫീ ശിദ്ദത്തിൻ വഗം, വലിയ ദുഃഖത്തിലും വലിയ പ്രയാസത്തിലും പെട്ട ഒരു മുഅ്മിനിന് ഇതിൽ വലിയ സന്തോഷ വാർത്തയുണ്ട്, വലിയ വാഗ്ദാനമുണ്ട്. അന്നല്ലാഹ സയുൻജീഹി മിൻഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായും അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. വയക്ഷിഫു അൻഹു വയുഖഫിഫ്, അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും മാത്രമല്ല അത് കുറച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഈമാനിഹി, അവൻ്റെ ഈമാൻ അനുസരിച്ചുകൊണ്ട്, കമാ ഫഅല ബി യൂനുസ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചെയ്തു കൊടുത്തതുപോലെ എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈമാൻ അത് പ്രധാനമാണ്, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ പ്രധാനമാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ പെട്ടാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ നമ്മുടെ ഈമാനും അമൽ സ്വാലിഹാത്തും ഒക്കെ പ്രധാനമാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അമൽ സ്വാലിഹാത്തുകൾ എടുക്കുന്ന, അവനെ ദൃഢമായി വിശ്വസിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നാം അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്തുൽ കൂടെ أعوذ بالله من الشيطان الرجيم وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. وهذا والله أعلم، صلى الله على نبينا محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.